ഈ സാരി 6 മീറ്റർ അല്ലെങ്കിൽ 5.5 മീറ്റേഴ്സ് ഉള്ളൊരു ലോങ് ക്ലോത്ത് അതെങ്ങനെ എൻ്റെ ലൈഫിൻ്റെ പാർട്ട് ഞാൻ ഇപ്പോൾ ആലോചിക്കാറുണ്ട്. സ്റ്റിൽ ഐ ഹാവ് നോ ആൻസർ ഫോർ ദാറ്റ്. എപ്പോഴൊക്കെയോ പാവാട എടുത്ത് ധാവണിയൊക്കെ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ സാരിയിലൊരു ഒരു ടച്ച് വന്നു പെട്ടു. സോ അങ്ങനെ ഞാൻ ഗ്രാജുവേഷൻ പഠിക്കണം സാരിയൊക്കെ ഉടുത്തു തുടങ്ങിയത്. പിന്നെ അങ്ങനെ നമ്മുടെ വർക്ക്ഷോപ്സ് പ്രസൻറ്റേഷൻസൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, രാവിലെ എണീക്കുമ്പോഴൊരു സ്ട്രെസ്സ് ഭയങ്കരമാണ്. അത് പ്രസൻറ്റേഷൻ ചെയ്യുന്നവർക്കറിയാം. രാവിലെയുള്ള സ്ട്രെസ്സ് ആ സ്ട്രെസ്സിനെ എങ്ങനെ ഓവർകം ചെയ്യാം. അപ്പോൾ അതിനുള്ള എൻ്റെ ഒരു റെസിലിയൻ മെത്തേഡായിരുന്നു സാരി ഉടുക്കൽ. സോ സാരി ഉടുക്കാൻ ടഫാണ് ആ സമയത്ത്. അപ്പോൾ അതിലേക്ക് ഫുൾ അറ്റൻഷൻ പോവും. സോ വി ആർ നോട്ട് പ്രസൻറ്റേഷനെ നമുക്ക് അത്ര ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഇവഞ്ച്വലി ഐ കെയിം ടു സാരി ബിക്കെയിം പാർട്ട് ഓഫ് മീ. സോ ഇതെൻ്റെ കോൺവെക്കേഷന് ഞാൻ 2016 എടുത്ത സാരിയാണ്. ഞാൻ വളരെയധികം സമയമെടുത്ത് നോക്കിയെടുത്ത ഒരു സാരിയാണത്. പിന്നെ സാരി ഉടുത്ത് കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, സാരി ഈസ് വെരി കംഫർട്ടബിൾ ഡ്രസ്സാണ് എന്നെ സംബന്ധിച്ചിട്ടും. എനിക്ക് ഉടുക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ സാരി ഉടുക്കുന്നത്, ഞാൻ പലപ്പോഴും ഫോട്ടോസ് ഇടാറുണ്ട്, നോട്ട് ദ പെർഫെക്റ്റ് വേ. അപ്പോൾ എനിക്ക് പലപ്പോഴും പല സ്ഥലത്തുനിന്നും പല കമൻസും വരാറുണ്ട്, ഇങ്ങനെ സാരി ഉടുക്കുക, ഈ സൈഡ് ചെയ്യുക, വെച്ചിട്ട്. ഞാൻ ഇവഞ്ച്വലി ഡിസ്കവർ അബൌട്ട് സാരി അത് ഇങ്ങനെ ഉടുക്കണം എന്ന രീതി ഇല്ലാത്തൊരു സാധനമാണ്. ഇറ്റ്സ് 6 മീറ്റർ ഓർ 5.5 മീറ്റേഴ്സ് ഉള്ളൊരു ലോങ് ക്ലോത്താണ് വിച്ച് ഗിവ് യു ഓൾ ദ ലിബറേഷൻ ടു എക്സ്പ്ലോർ ഇൻ ഇറ്റ് സെൽഫ്. സോ നമ്മുടെ ഹ്യൂമൻ ലൈഫ് പോലെ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ചട്ടക്കൂടിലേക്ക് നമുക്ക് ഒതുങ്ങേണ്ട ഒരാവശ്യമില്ല എന്നൊരു വലിയ ഫ്രീഡം നമുക്ക് തരുന്നതാണ് ഇത്. അൺസ്റ്റിച്ച്ഡ് ക്ലോത്ത് ആയതുകൊണ്ട് ഇറ്റ്സ് ഗിവ്സ് യു ദാറ്റ് ഫുൾ ഫ്രീഡം ടു എക്സ്പ്ലോർ ആൻഡ് എവറിത്തിങ്. ഇപ്പോഴതിനകത്ത് പല ആൾക്കാരും പല കമൻസും പറയാറുണ്ട്, സാരി ഇങ്ങനെ എടുത്താൽ ഭംഗിയാണ്, അങ്ങനെ എടുത്ത്. അതിലിഷ്ടമുള്ളത് ഞാൻ എടുക്കും, ഇഷ്ടമുള്ളത് ഞാൻ എടുക്കില്ല. സോ സാരി എന്ന് പറയുന്നൊരു സാധനം നമുക്ക് തരുന്ന എന്നെ സംബന്ധിച്ചൊരു ക്രിട്ടിക്കൽ ഔട്ട്ലുക്ക് കൊണ്ടുവരാൻ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. സോ നമ്മൾ ഒരിക്കലും ദ പെർഫെക്റ്റ് എന്ന് പറയുന്ന സെറ്റിങ്ങിലേക്ക് വരേണ്ട ആവശ്യമില്ല. യു ക്യാൻ എക്സ്പ്ലോർ, യു ക്യാൻ ബി ദാറ്റ്. സോ അത് നമുക്ക് എങ്ങനെയാണോ കംഫർട്ടബിളായിട്ട് നമുക്ക് തോന്നുന്നത്, നമ്മുടെ ലൈഫിൽ എങ്ങനെയാണോ കംഫർട്ടബിളായിട്ട് ഡിസിഷൻസ് എടുക്കുന്നത്, അത് വേറെ എല്ലാവർക്കും തരുന്നത്. യു ആർ ഓക്കെ വിത്ത് ദാറ്റ്, ലെറ്റ് ഇറ്റ് ഗോ. സോ അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ സാരിയോടുള്ള ഏറ്റവും ഒരു ഇത്. പിന്നെ പലപ്പോഴും പല ആൾക്കും കോൺഫിഡൻസ് വരില്ല എന്നൊക്കെ സാരി എടുക്കുമ്പോൾ അത് ഓരോരുത്തരുടെ എൻ്റെ ചോദിച്ചാൽ. എനിക്കിപ്പോൾ സാരി എടുത്താലും ഏത് ഡ്രസ്സ് എടുത്താലും ഐ ഡോണ്ട് വാണ്ട് ടു ഫിറ്റ് ഇൻ ടു ദ വൺ ബോക്സ് ഓഫ് അത് മാത്രമേ പറ്റുള്ളൂ. സോ അതാണ് എൻ്റെ സാരി സ്റ്റോറി. പിന്നെ ഞാൻ സാരിയെ പറ്റി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ തന്നെ പല പാർട്ടിലും പല ടൈപ്പ് ഓഫ് സാരീസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ കസവുള്ള സെറ്റ് സാരി എന്ന് പറയും, അഥവാ കേരള സാരി എന്ന് പറയുന്ന സാരിയുണ്ട്. പിന്നെ അങ്ങനെ ഓരോ പാർട്ട് ഓഫ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ, സോ നൗ ഐ എം ട്രൈയിങ് ടു എക്സ്പ്ലോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സാരീസ്. ഏത് സിറ്റിയിൽ പോയാലും അവിടുത്തെ ഒരു സാരി വെറൈറ്റി എന്താണെന്ന് നോക്കിയിട്ട് അത് മനസ്സിലാക്കാൻ പലപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. പലപ്പോഴും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് സാരി. അഫോർഡബിലിറ്റി ഓഫ് ഡ്രസ്സിങ്ങിനെ പറ്റി ഞാൻ വേറൊരു എൻ്റയർലി ഡിഫറെൻറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. സോ സാരി ഫോർ മീ ഈസ് എ ലിബറേഷൻ. എനിക്ക് ഞാനായിരിക്കാനായിട്ട് തരുന്ന മറ്റെല്ലാ ഡ്രസ്സുകളെയും പോലെ എനിക്ക് ഞാനായിരിക്കാനും കുറച്ചും കൂടി ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യാനും ആൻഡ് നമുക്കിഷ്ടമുള്ള പോലെ നമ്മൾ സാരി ഉടുക്കുക. ഓക്കെ, ആ ഒരു ഫ്രീഡം തരുന്നതാണ്. സോ ഫോർ മീ സാരി ഈസ് ഫ്രീഡം. ബൈ.